ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നഹാൻസ് വ്ലോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ ചെറുതേനീച്ച ഇങ്ങനെ കെണിക്കൂടി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ തേനീച്ചക്കൂട് ഇതാ ഇവിടെയാണ് ഉള്ളത്. നിങ്ങൾക്കാണ് ഇതിന് എൻട്രൻസ് ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വട്ടം ഞാൻ കെണിക്കൂട് വെച്ചിരുന്നു, പക്ഷേ അത് സക്സസ് ആയില്ല. ഒരു വലിയൊരു ചട്ടിയിലായിരുന്നു വെച്ചത്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് വെക്കുന്നത്. അത് സക്സസ് ആവുമെന്ന് വിചാരിക്കാം. ഇതിലേക്ക് ഈച്ചകളെ വന്ന് കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയിലാണ് നമ്മൾ ഇന്ന് കെണിക്കൂട് വെക്കുന്നത്. ഇതിന് ഇവിടെയൊക്കെ നമ്മളൊരു പൈപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഇത് നീല ചെറിയൊരു പൈപ്പാണ്. 1.5 ഇഞ്ചാണ് ഒന്ന്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നിങ്ങൾക്ക് കാണാം, അധികം വലിപ്പമൊന്നുമില്ല. ചെറിയൊരു ചട്ടിയാണ്, നമുക്ക് അധികം വലുത് കിട്ടിയില്ല. ഇവിടെയുള്ള ഹോൾസൊക്കെ നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ അവർ പശ കൊണ്ട് അടിച്ചോളും ചെറുതേനീച്ചകൾ. ഉണ്ടോ? ഇനി നമുക്ക് ഇതവിടെ വെക്കണം. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തേനീച്ചകളുടെ തന്നെ ഒരു മേഘമാണ് കേട്ടോ. കാണാം, നമ്മൾ പാത്രത്തിലാക്കി വെച്ചായിരുന്നു കഴിഞ്ഞ കുട്ടുന്നൊക്കെ എടുത്തതിൻ്റെ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേച്ച് കൊടുക്കണം. അവർക്ക് തേനീച്ചകൾക്ക് പഴയ കൂടാണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു പാത്രം നന്നായി കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മേഘ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് നന്നായി മേഘമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ ഒരു കൂട്ടിലേക്ക് ഫിക്സ് ചെയ്യണം. നമ്മൾ ആ ഒരു ചട്ടി അവിടെ നന്നായി ഫിക്സ് ചെയ്ത് നിൽക്കാൻ, ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കുറച്ച് ചളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇത് മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. നമുക്ക് ഇത് ആ ഒരു ചട്ടി അവിടെ വെച്ച് ഇതിന്മേൽ ഇവിടെ തേച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ ഇഷ്ടികയും കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വെക്കാൻ, ചട്ടി വെക്കാനാണ്. നമുക്കിത് ഇവിടെ വെച്ചിട്ട് ചളിയൊക്കെ വെക്കാം. ഇത് നന്നായി ഫിക്സ് ചെയ്ത് വെക്കാം. ആദ്യം നല്ലോണം വെക്കട്ടോ. ഇനി നമുക്ക് ചളി എടുത്തിട്ട് അവിടെ വെക്കാം, തേച്ച് വെച്ചെടുക്കാം. നമ്മൾ ചളിയൊക്കെ തേച്ച് നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ തേനീച്ചകളും പുറത്ത് വന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവരുടെ എൻട്രൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇങ്ങനത്തെ മെഴുക് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇവിടെ സെറ്റിൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൂട് നമുക്ക് 8-9 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ എൻട്രൻസിന് ഭാഗത്ത് നമുക്ക് ഈ ഒരു മേഘ നന്നായി സെറ്റ് ചെയ്ത് വെച്ചെടുക്കാം. അപ്പോൾ അവർക്ക് അവരുടെ എൻട്രൻസ് മനസ്സിലാവും. നമ്മൾ നന്നായി ചെളിയൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. തേച്ച് ഉണ്ടോ, എൻട്രൻസിന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് അതിനുള്ളിൽ കൂടെ കയറി പോകാം. പിന്നെ ഇനി 8-9 മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ കൂട്ടിലുള്ള റാണി ഈ ഒരു കൂട്ടിലേക്ക് ഇറങ്ങി വരണം. എങ്കിലേ നമ്മളെ കൂട് വിജയിക്കും. ഉണ്ടോ, എല്ലാം സെറ്റായി. ചിലതൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ എൻട്രൻസിലേക്ക്. ഒരു മെഴുകിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ അവരതിനുള്ളിൽ കൂടെ കയറി ഇനി സെറ്റായിക്കോളും. ഇനി ഇവർ നാളെ ഈ കൂട്ട് കയറുന്ന കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അവരിപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെ കയ്യിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്, പിന്നെ അകത്തേക്ക് കയറാനും നോക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇതാക്കുന്ന ഇതിന് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ മഴ ഉള്ളതിനാണ്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് സൺസൈഡില്ല, പകുതി ഭാഗത്തേ സൺസൈഡ് ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു കവർ വെച്ചെടുത്താണ്. അതിലേക്ക് കയറുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ പിറ്റേന്ന് രാവിലെയാണ്. അപ്പോൾ അതിൽ എൻട്രൻസിലേക്ക് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അവർ കയറുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, എൻട്രൻസൊക്കെ ഞാൻ പണിത് തുടങ്ങിയിട്ടുണ്ട്. സെറ്റായിക്കോളാം ഇനി ഈ കൂട്ടിൽ. അവർ കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ ഈച്ചകളും വന്ന് കയറുന്നുണ്ട്. ഉണ്ടോ, കുറേ ഈച്ചകൾ വരുന്നുണ്ട് കേട്ടോ ആ കൂട്ടിലേക്ക് കയറാൻ. കണ്ടോ, കുറേ ആൾക്കാരും ഇതിൽ കയറുന്നുണ്ട്. നമ്മളെ കണിക്കൂടെ വെച്ച് വിജയിച്ചിട്ടുണ്ട്. ഇനി 8-9 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം.
ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ തറയിലൊക്കെ ഇതുപോലത്തെ ചെറുതേനീച്ചയുടെ കോളനി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. കെണിക്കൂട് വെച്ച് നോക്കിയാൽ മതി. തറ പൊളിക്കാതെ തന്നെ നമുക്ക് തേനീച്ചകളൊക്കെ കൂട്ടിലേക്കാക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.